ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാകുമെന്ന ചർച്ച സജീവം. പേരുകളിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഉള്ളവരുണ്ട്. ആരാകും പുതിയ മാർപ്പാപ്പ? ഫ്രാൻസിലെ കർദിനാൾ ഷോൺ മാർക്ക് ആവ്ലിൻ മുതൽ ഫിലിപ്പീൻസിലെ ലൂയി അന്റോണിയോ ഗോക്കിങ്ടാക് ലേ വരെ പലരുടെ പേരും ചർച്ചകളിൽ സജീവം. ഫ്രാൻസിലെ മാഴ്സേ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് 66-കാരനായ കർദിനാൾ ഷോൺ മാർക്ക് ആവ്ലിൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയഗതിക്കാരൻ. ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാൻ അറിയില്ല എന്നത് പോരായ്മ. ബാർസിലോണ ആർച്ച് ബിഷപ്പ് 79-കാരനായ കർദിനാൾ യുവാൻ യോസെ ഒമല്ലയുടെ പേരും ചർച്ചകളിലുണ്ട്. സ്പെയിനിലെ മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷൻ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങളുടെ വക്താവ്. ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് 72-കാരനായ കർദിനാൾ ജോസഫ് ടോബിന്റെ പേരും ചർച്ചകളിൽ സജീവമാണ്. തിരഞ്ഞെടുത്താൽ US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാകും. LGBT സമൂഹത്തിന്റെ അവകാശങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്നു. ഹംഗറിയിലെ ആർച്ച് ബിഷപ്പ് 72-കാരനായ കർദിനാൾ പീറ്റർ എർഡോയുടെ പേരും ചർച്ചകളിലുണ്ട്. കുടിയേറ്റ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെ തുറന്നെതിർത്തിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ഇറ്റലിയിൽ നിന്നെങ്കിൽ കർദിനാൾമാരായ പിയത്രോ പരോളിൻ, മറ്റിയോ മരിയാസൂപ്പി എന്നിവരുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറിയാണ് കർദിനാൾ പിയത്രോ പരോളിൻ. ആഫ്രിക്കയിൽ നിന്ന് ആദ്യ മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള ഘാന സ്വദേശിയും 76-കാരനുമായ കർദിനാൾ പീറ്റർ കോട്ട്വോ ടർക്സന്റെ പേരും ചർച്ചകളിൽ സജീവം. ഏഷ്യയിൽ നിന്ന് ആദ്യ മാർപ്പാപ്പയാകുമെന്ന് കരുതുന്ന ഫിലിപ്പീൻസിലെ കർദിനാൾ ലൂയി അന്റോണിയോ ഗോക്കിങ്ടാക് ലേയും പേരുകളിലുണ്ട്. മെത്രാൻ സിനഡ് സെക്രട്ടറി മാൾട്ട സ്വദേശി കർദിനാൾ മാരിയോ ഗ്രേക്കിന്റെ പേരും ചർച്ചകളിൽ സജീവം. ഇന്റർനാഷണൽ ഡെസ്ക്, 24.